ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്, റെഡ്ഡി കേക്ക്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കേക്കിൻ്റെ പ്രത്യേകത. 3 ഫ്ലേവറിലുള്ള കേക്കുകളുടെ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ഈ കേക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ളൊരു കേക്കാണത്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ പറയാം, അത്രയും ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരു ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ അരിച്ചെടുക്കാം. നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ബൗളെടുത്തിട്ട് 3 എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര കുറച്ചായിട്ട് നമ്മുടെ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കരുത്, നമ്മൾ കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൂടുതൽ സമയം ബീറ്റ് ചെയ്യരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ എഗ്ഗൊക്കെ ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചെടുത്തിട്ട് നമ്മുടെ എഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു ടൈറ്റ് ബാറ്ററായിട്ടാണ് വരുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ പിന്നീട് അത് ശരിയാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 3 ഗ്ലാസ് എടുക്കാം. നമ്മൾ 3 ഫ്ലേവറിലുള്ള കേക്കാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരേപോലെയുള്ള 3 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ 3 ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എങ്കിലും നമുക്ക് ആ ഒരേ അളവിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 3 ഗ്ലാസ്സിലേക്കും ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ 3 ഗ്ലാസ്സിലേക്കും ഒരേ അളവ് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 ഗ്ലാസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ആദ്യത്തെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വാനില കേക്കാണ് റെഡിയാക്കുന്നത്.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള 2 സ്പൂണ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാലാണ്, ചൂട് കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വാനില കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചതാണ്. അപ്പം ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3 കേക്കും ഇതേ കേക്ക് ടിന്നിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. ഇനി നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കേക്ക് റെഡിയാക്കുന്നത് ഗ്യാസിലാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാൻ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ നമ്മുടെ കേക്ക് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. നമ്മുടെ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കേക്ക് റെഡിയാക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണ് ഇളം ചൂടുള്ള പാൽ തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ റെഡ് വെൽവെറ്റാണ് റെഡിയാക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് 3 സ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ആകുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ. അപ്പോൾ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ 3 ബാറ്ററിലേക്ക് ഒരു 1/4 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അത് നിങ്ങൾ വിട്ടു പോകരുത്. ഇപ്പം ഞാനിതിലേക്ക് റെഡ് കളർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കളറൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നവരെ റെഡ് വെൽവെറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ സെയിം കേക്ക് ടിന്നിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കേക്ക് ടിന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന്. നല്ല കേക്കിൻ്റെ സ്മെല്ല് വരും. 10 മിനിറ്റ് ഒന്നും ചിലപ്പോൾ എടുക്കില്ല. നമ്മളൊരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പം നമ്മുടെ 2 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂണ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന പാല് ചൂട് വേണമെന്നില്ല. നമ്മൾ ചോക്ലേറ്റിലേക്കാണല്ലോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം, ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരിക്കലും ചൂടോട് കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആക്കുമ്പോൾ നമ്മളിതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കൊടുക്കാൻ ഒരിക്കലും ഒഴിച്ചു പോകരുത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ലാസ്റ്റ് കേക്കായിട്ടുള്ള ചോക്ലേറ്റ് കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 കേക്ക് റെഡിയാക്കുമ്പോഴും നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഇത്രയും സമയം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പുറത്ത് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു ബാറ്ററോട്ട് തന്നെ 3 ഫ്ലേവറിലുള്ള കേക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഓരോ കേക്കും റെഡിയാക്കുമ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ടിന്ന് കഴുകിയെടുത്തതാണ്. അതേ സെയിം കേക്ക് ടിന്നിൽ തന്നെയാണ് ഞാൻ ഈ 3 കേക്കും റെഡിയാക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കേക്കിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതല്ലേ. അപ്പം നമ്മുടെ 3 ഫ്ലേവറിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ക്രീം ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു 1/4 കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത്. വലിയ സ്പൂണാണെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ ഒരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലൊരു അരമണിക്കൂർ ഇത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3 കേക്കിലും നല്ലതുപോലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മുകൾ ഭാഗത്ത് നല്ലതുപോലെ ഇതുപോലെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തതാണ്. നമ്മൾ ആ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ ഈ കേക്കിലേക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 3 കേക്കും ഇതുപോലെ നല്ലതുപോലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്താലേ നമ്മുടെ കേക്ക് ഒന്നും കൂടെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം ഞാൻ 3 കേക്കിലും നല്ലതുപോലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കേക്കിൻ്റെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാനിപ്പോൾ കേക്ക് തിരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലും കൂടെ നല്ലതുപോലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മറ്റേ ഭാഗത്താണ് ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്തത്. ഇനി നമുക്ക് നല്ലതുപോലെ വിപ്പിംഗ് ക്രീം തേച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ ലെവലൊക്കെ ഒന്ന് നോക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നിപ്പോവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നമ്മൾ കേക്ക് ഇതുപോലെ ക്രീം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം അടിയിലാക്കിയിട്ടാണ് വെക്കുന്നത്.
അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെയറായിട്ടുള്ള വാനില കേക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒക്കെ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതേ അളവിൽ ഷുഗർ സിറപ്പ് റെഡിയാക്കിയാൽ നമുക്ക് ഈ കേക്കിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കേക്കിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പം നിങ്ങൾ റെഡിയാക്കുമ്പോൾ അതുപോലെ റെഡിയാക്കുക ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ കേക്ക് നല്ലതുപോലെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഗണാഷിലേക്ക് നമുക്ക് റെഡ് കളർ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി കൈ വെച്ചിട്ട് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കുറച്ച് നേരത്തെ മെൽറ്റാക്കാൻ വെച്ചതുകൊണ്ട് നല്ലതുപോലെ തണുത്ത് തിക്കായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഇതിലേറെ കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് എടുക്കുക, എങ്കിൽ ഡിസൈൻ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിട്ടിരിക്കും. ഇപ്പം നമ്മുടെ കേക്ക് ഇതുപോലെ ഫൈനൽ ലുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മുടെ 3 ഫ്ലേവറിലുള്ള കേക്കും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റുമല്ലോ. നമുക്ക് ഓവണോ ഒന്നും വേണ്ട. നമുക്ക് ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ ഈ കേക്ക് നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ ആ ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.